ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സഹിച്ചും മിഴിനീരു തൂകി ഞാൻ മുള്ളിൽ കുടുങ്ങി തേങ്ങി കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. നമ്മുടെ കർത്താവിനെ നമുക്ക് അല്പം സ്തുതിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ സ്തുതിക്ക് വേണ്ടി കാതോർക്കുന്ന കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ, 2-3 പേർ അവന്റെ നാമത്തിൽ കൂടിമധ്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിന് കഴിയുന്ന കർത്താവാണ്, ആഗ്രഹിക്കുന്ന കർത്താവാണ്. അവനോട് ഉള്ളിനായി സ്തോത്രം ചെയ്യാം. അതൊരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ, വാഗ്ദപ്രകാരം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഇവിടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കിവിടെ ആയിരിക്കാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ കാണുന്ന കർത്താവ് ഇവിടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ആവശ്യം ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവിനെ സഹായിപ്പാൻ കഴിയാതെ കടന്നു പോകുകയില്ല. അവൻ സഹായിപ്പാൻ കഴിയുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ,
അവൻ നമ്മുടെ ആവശ്യം കൂടെ ഇരിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. Praise God, praise God, hallelujah, hallelujah. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah, thank you Jesus, hallelujah. Praise God, hallelujah, hallelujah. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത് കർത്താവ് അറിയുന്നുണ്ട്. ഇതൊന്നും യാദർച്ഛ്യമല്ല. Hallelujah, praise God. നമുക്ക് വേണ്ടി സകലവും കർത്താവ് ക്രമീകരിച്ചിരിക്കാം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. ഈ രാത്രി മീറ്റിംഗുകളെ പ്രത്യേകം പ്രാർത്ഥിക്കാം. Hallelujah. വരവെത്രയും കടമേനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. Hallelujah. ഈ ദിവസങ്ങളായി Hallelujah സ്വർഗീയമായി കൃപയുടെ സഹായപ്പാനാണ് ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. ഇന്ന് രാത്രികാലം Hallelujah, hallelujah. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ അത് ഏൽപ്പിക്കുവാനാണ് പ്രാർത്ഥിക്കാം. Hallelujah. അതിനുവേണ്ടി ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും Hallelujah മക്കളെയും ബലപ്പെടുത്താനായി പ്രാർത്ഥിക്കാം. Hallelujah. നമ്മെ സഹായം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേക ഇന്ന് രാത്രികാലം ദൈവദാസനെ ഓർമ്മ പ്രാർത്ഥിക്കാം. Hallelujah. ഇന്ന് രാത്രികാലം വലിയ അനുഗ്രഹം പകരുവാൻ Hallelujah വലിയ കൃപയിലേക്ക് നമ്മെ ഏൽപ്പിക്കുവാൻ Hallelujah ദൈവ സഹായിപ്പാനായി ദാസനെ ബലപ്പെടുത്തുവാനാണ് പ്രത്യേകം പ്രാർത്ഥിക്കാം. Hallelujah. ക്രൂശിനെ മറഞ്ഞു നിന്നുകൊണ്ട് Hallelujah. ഓ praise God, Hallelujah. ഓ കൃപയുടെ സുവിശേഷം Hallelujah രക്ഷയുടെ സുവിശേഷം Hallelujah തിരുവാൻ സംസാരിക്കുമ്പോൾ ഇതിന്റെ ആത്മാവ് ഇടപെടുവാൻ ഒരു പിതൃമായി പടിയാക്കാൻ പ്രാർത്ഥിക്കാം. Hallelujah. നാം പ്രാർത്ഥിക്കാം. Hallelujah. അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഓ സ്തോത്രം. Hallelujah. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയങ്ങളോട് കൂടെ ഇരുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന്റെ ആത്മാവേ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങ് അത്ഭുതമായിരിക്കാൻ അങ്ങ് സഹായിച്ചുള്ള പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് സഹായിക്കണമേ. അങ്ങ് വലിയവനായിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങ് പാടി ആരാധിക്കുമ്പോൾ അങ്ങ് ആത്മാവിൽ ആരാധിക്കുവാൻ Hallelujah. ഓ വിശ്വം നിറഞ്ഞ് ആരാധിക്കുവാൻ Hallelujah. നമ്മളെ സഹായിച്ചുള്ള പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനെ സഹായിക്കണമേ. കൃപ കൂടെ ഇരിക്കണമേ കർത്താവേ. വരുവോട് എത്രയും കടന്നു സഹായിക്കണമേ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം Hallelujah. Praise God, praise God. Hallelujah. ആത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാൻ Hallelujah. സഹായിച്ചുള്ള പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമേ. ഒന്നടിയങ്ങളെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടല കർത്താവേ. Hallelujah. രോഗികളെ സൗഖ്യമാകുവാൻ Hallelujah. കാര്യങ്ങളെ ക്രമീകർത്താവ് അങ്ങാരിക സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പഠനവും മനസ്സിലണമേ കർത്താവ് സഹായിച്ചട്ടപ്പച്ച ഈ തുറം സഹായിച്ചനായി സ്തോത്രം. ഈ യോഗത്തെ ആദ്യോടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, പരിമിതി നടത്തിക്കാട്ടെ, മാനമോത്തെടുത്താട്ടെ. സെലവെടുക്കാൻ ജീവൻ തന്ന യേശുനാമേ ചോദിക്കണമേ സ്വർഗപിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ കടന്നു വന്ന പാട്ട് പാടിയിട്ട് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. യഹോവാ നിനക്കായി കരുതും ഉന്നതമാ യഹോവാ നിനക്കായി കരുതും ഉന്നതമാ ഈ ലോകം നിന്നെ വെറുത്താലും ഇന്നീ കാണുന്ന സ്നേഹം മറന്നാലും ഈ ലോകം നിന്നെ വെറുത്താലും ഇന്നീ കാണുന്ന സ്നേഹം മറന്നാലും യഹോവാ നിനക്കായി കരുതും ഉന്നതമാ യഹോവാ നിനക്കായി കരുതും ഉന്നതമാ. ഭൂമി മാറിപ്പോയാലും ആകാശവിധാനം നീങ്ങിയാലും കർത്തൻ്റെയോ കർത്തൻ കരുതൽ
യഹോവാ നിനക്കായി കരുതും ഉന്നതമാ വാതിലുകളെല്ലാം അടഞ്ഞാലും താങ്ങും കരങ്ങൾ മറഞ്ഞാലും വാതിലുകളെല്ലാം അടഞ്ഞാലും താങ്ങും കരങ്ങൾ മറഞ്ഞാലും കർത്തൻ താങ്ങും തൻ കാര്യങ്ങളാൽ കർത്തൻ താങ്ങും തൻ കാര്യങ്ങളാൽ പുതുവാതിൽ നിനക്കായി തുറന്നിടുമേ യഹോവാ നിനക്കായി കരുതും ഉന്നതമാ യഹോവാ നിനക്കായി കരുതും ഉന്നതമാ. ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? മന്നവനീശു ജീവിക്കുന്നു, നിന്നെ എന്നും വഴി നടത്താൻ. മന്നവനീശു ജീവിക്കുന്നു, നിന്നെ എന്നും വഴി നടത്താൻ. ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? അവൻ നിന്റെ അകൃത്യമെല്ലാം പൂർണ്ണമായി മോചിക്കുന്നു. അവൻ നിന്റെ രോഗങ്ങളെ മുറ്റുമായി സുഖപ്പെടുത്തും. അവൻ നിന്റെ രോഗങ്ങളെ മുറ്റുമായി സുഖപ്പെടുത്തും. ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? ഉറ്റവരാൽ ബന്ധുക്കളാൽ നീ നിന്ദയായിടുമ്പോൾ നിന്ന ചുമന്ന യേശുവിനെ നീ ഹൃദയത്തിൽ ധ്യാനിക്കുമോ? നിന്ന ചുമന്ന യേശുവിനെ നീ ഹൃദയത്തിൽ ധ്യാനിക്കുമോ? ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിൻ പൈതലേ നീ എന്തിനു ഭയപ്പെടണം? Amen. Praise the Lord. So we've been listening to some really good songs, and this is a time for us to worship our God
So let us open our hearts and surrender our lives to Him, because He's our everything. As we sing this song, He's my everything, let's reflect on what God has done for us and how He has saved us and been with us and protected us. And let's remember His mercies. As we sing this, let's sing from the bottom of our hearts. Let's open our hearts to our God and ask Him to talk to us today, because we have not come here for no reason. God wants to speak to us today. So let's sing this song from the bottom of our heart. Let's praise our Lord. He is my everything. He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock. Jesus is like honey in the rock. Oh, taste and see that the Lord is good, for He tastes like honey in the rock. He is my everything. He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock. Jesus tastes like honey in the rock. Oh, taste and see that the Lord is good, for He tastes like honey in the rock. Ni ende sarvavum, ni enikkullavan, ni ende sarvavum, എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാൻ തന്നതിനാൽ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. Thank you, Jesus. Hallelujah. കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. Praise the Lord. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ,
നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കുക. തലകളെ വളക്കി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്തുതിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഇന്ന് സന്ധ്യാവേളയിൽ ഏകാഗ്രമായി തീരുമാനത്തോളം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിരങ്ങൾ തുറന്ന് നന്ദിയുള്ള അതിരത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് അവസരം സ്തുതിക്കാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നേരില്ലാത്ത ലോകത്തിൽ ദൈവം നമ്മെ നേരോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനാണ്. ആമേൻ. എല്ലാവർക്കും സ്തുതിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്തുതി വായിൽ നിന്ന് ഉയർവാനത്തോളം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം നിഷ്ഠനാഗ്രഹിക്കുന്നത് സ്തുതിക്കുന്നതാണ്. എന്നാൽ നമുക്ക് സ്തുതിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഫലം കട്ടിക്കാണുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെ നടത്തിയ കാര്യങ്ങളെ നാം ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ധാരാളം ദൈവത്തെ സ്തുതിക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കർത്താവിനെ സ്തുതിക്കുക. എല്ലാ കണ്ണുകളും നമ്മുടെ ചൊല്ലാത്ത നമ്മുടെ കർത്താവിനെ സ്തുതി
സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഹൃദയങ്ങളും കർത്താവിൽ ഇന്ന് സന്ധ്യവേളയിൽ ഏകാഗ്രമായി തീരണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സ്തുതിക്ക് കുറവ് വരരുത്. ആമേൻ. യുദ്ധത്തിന് ആര് പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ യഹൂദ പുറപ്പെടേണ്ടതാവുന്നു. യഹൂദ എന്ന വാക്കിന്റെ അകത്ത് സ്തുതി എന്നാണല്ലോ നാം കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി സ്തുതി കുറയരുത്, സ്തോത്രം കുറയരുത്. ആമേൻ. നാം നിൽക്കുന്നത് യുദ്ധക്കളത്തിലാണ്. യുദ്ധം നമുക്കെതിരെ ദുഷ്ടനായവൻ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകൾക്കെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, നമ്മുടെ ആരാധനയ്ക്കെതിരെ ദുഷ്ടൻ അത് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമുക്ക് ജയിക്കുവാനുള്ള സ്തുതി കൊണ്ടാണ്. അവന്റെ നാവിന്റെ കോട്ട വന്നു. അവന്റെ ദൈവത്തിന് സ്തുതിയാണ്. Praise the Lord, 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 thank you. Amen. In the mighty name of Jesus, let us uncloak the power of darkness. Our creator's name is in this place. In the awesome hallelujah. ദൈവനാമത്തിന്റെ മഹത്വത്തിന് എതിരായി പോകുന്ന എല്ലാ ഉയർച്ചകളും ആമേൻ ഇടിച്ചു മാറപ്പെടുകൊണ്ടൊക്കെയാണ്. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകൊണ്ടൊക്കെയാണ്. ആരാധനയുടെ തടസ്സങ്ങൾ നീങ്ങുകൊണ്ടൊക്കെയാണ്. ദൈവജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദേശത്ത് വലിയ വിടുതലുണ്ടാകുമല്ലോ. പൂർണ്ണമാനമായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടക്കുന്ന ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ വചനവുമായി കർത്താവിന്റെ ഹൃദയത്തെ നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വാരി ഉയരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ, അത് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം വർദ്ധിപ്പിക്കാൻ, ദൈവത്തിന്റെ വചനം ജീവനിൽ ചൈതന്യമുള്ളതായിരിക്കുന്ന വചനം, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, പാറയേറ്റാകുന്ന ചുറ്റി പോലെ ആയിരിക്കുന്ന വചനം, സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിന്റെ ക്രിയ ചെയ്യുവാൻ വേണം. ഇന്ന് രാത്രി ദൈവങ്ങൾ ഏൽപ്പിക്കാൻ കർത്താവേ, ഇന്ന് രാത്രി എന്നോട് ഇടപെടുവാനാകണമേ. ഇന്ന് രാത്രി ഹൃദയം നിറഞ്ഞവർക്ക് സമീപസ്ഥനായ ദൈവം നമ്മുടെ സമീപം വന്ന് നമ്മെ സഹായിപ്പാൻ മതിയായവനാണ്. അവന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദിയുടെ അതരത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആമേൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന mighty name of Jesus. ദൈവത്തിന്റെ അതിമനുഷ്യമായ നാമത്തില് ഇന്ന് സന്ധ്യാവേളയിൽ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി, ആരാധനയുടെ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി, പാട്ടുകളുടെ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി, പ്രാർത്ഥനയുടെ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉയർച്ചകളെ എണ്ണുന്ന ദൈവമാണ്. നമ്മുടെ തകർച്ചകളെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നമ്മെ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനായി, ആശ്വസിപ്പിക്കുന്ന കർത്താവായി, സഹായിക്കുന്ന കർത്താവായി, രക്ഷിക്കുന്ന കർത്താവായി, വിടുവിക്കുന്ന വീരനായി അവൻ നമ്മുടെ മധ്യ ഉള്ളതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവവചനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ രണ്ട് ദാസന്മാര് മുമ്പോട്ട് കടന്നു വന്ന് ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമല്ലോ, ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമല്ലോ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇവരെ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ എബി വർഗീസും അതിനുശേഷം പാസ്റ്റർ ജേക്കബ് ചെറിയാനും മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ വെച്ച് നടക്കുന്ന ഈ ആത്മീയ കൂടിവരവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുവാനും ആത്മാവിൽ സന്തോഷിപ്പാനും ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക ഭക്തന്മാർ, അനേക വ്യക്തി ജീവിതങ്ങൾ തകർന്നു പോയ പോർക്കളത്തില് സർവശക്തനായ ദൈവം ഇവിടെയുള്ളതായ പ്രിയപ്പെട്ടവരെ നിലനിർത്തുന്നതായ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ഈ കൂടിവരവിനെ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വൃത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശക്തമായ നിലയിൽ സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ വൃത്തിനെ ഇവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവോചനം ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് മനസ്സാന്തരത്തിന് അനുഭവത്തിലേക്ക് വളരുമാറ് പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയാണ് ഹൃദയം തുറന്നതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരുന്ന പ്രിയപ്പെട്ടവരായ ഹൃദയങ്ങളെ കർത്താവ് തുറക്കുവാൻ ദൈവവചനത്തിൻ്റെതായ വിത്തുകൾ വിതറുമ്പോൾ അത് 30, 60, 100 മേനിയായി വിളവുണ്ടാകുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടിയനായ കർത്താവ് ദാസൻ വിശ്വാസിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. എവരെയും കർത്താവ് അനുഗ്രഹിക്കണം, എല്ലാ നിലയിലും മാനിക്കണം, ദൈവനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. Praise the Lord. വീണ്ടും പ്രാർത്ഥിക്കാം.
Praise God, praise God, praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഈ സന്ധ്യാസമയം ഞങ്ങളായിരിക്കുന്നു. നിനക്ക് ഞങ്ങളോട് അരുളി ചെയ്യുവാനുള്ള നിന്റെ ആലോചനകൾ നീ അയച്ചിരിക്കുന്ന നിന്റെ അഭിഷിക്ത വൃത്തിയിലൂടെ ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ചതിക്കുന്നവരായിട്ടല്ല, വചനത്തിന് മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ട് ആത്മീയ ഫലം കായ്ക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആരാധന ദൈവ നാമധേയമായി തീരാതെ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി തീരേണ്ടതിന് ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയും ആത്മാവിനെയും ദൈവഹിതത്തിനായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏക ആശ്രയം, ഏക പ്രതീക്ഷ, പ്രത്യാശ ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടണമെന്നാണ്. എന്റെ ദാസൻ പറഞ്ഞതുപോലെ അതിനെതിരായി പോരാടുന്ന അനേക പോരാട്ട ശക്തികൾ ഈ ലോകത്തിൽ പിശാച് ഞങ്ങൾക്കെതിരെ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ സ്നേഹത്തെ ഇല്ലാതെയാക്കുവാൻ, ആത്മീയ പ്രത്യാശ ഇല്ലാതെയാക്കുവാൻ, ഞങ്ങൾ ജഡികരെ പോലെ ജീവിക്കുവാൻ, ജഡികരെ പോലെ ചിന്തിക്കുവാൻ, പ്രതികാരങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അതേ ഞങ്ങളിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തി ഉണ്ട്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിതയാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ആത്മീക ഐക്യത ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദേശത്ത് ഞങ്ങൾ ഐക്യതയോടെ നിൽക്കുവാൻ നീ ഇടയാക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഏറെ വർഷങ്ങളായി കർത്താവേ, ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലിയിൽ നിന്റെ ദാസന്മാരെയും പ്രവർത്തനങ്ങളെയും നീ ദേശത്ത് പാലിച്ചു, നീ അനുഗ്രഹിച്ചു. ചില മാസങ്ങളായി എല്ലാ മൺഡേയും ട്യൂസ്ഡേയിലും ഇങ്ങനെ മീറ്റിംഗുകൾ അനുഗ്രഹീതമായ ദൈവദാസന്മാരാൽ കർത്താവ് വചനം പ്രഘോഷിക്കപ്പെടുവാൻ നീ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജീവിതങ്ങളുടെ ആവശ്യം നീ അറിയുന്നു. ആരെങ്കിലും രോഗികളായി കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ വചനം അയച്ച് അവരെ സൗഖ്യമാക്കണമേ. തകർന്നിരിക്കുന്ന ഹൃദയത്തോടു കൂടി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ വചനം അവരെ ശക്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ നോക്കണം. നിന്റെ ആത്മാവിനാൽ ഇടയാക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്ത ദാസനെ കഴിഞ്ഞ 7 വർഷക്കാലം അനേക ദേശങ്ങളിൽ നീ ഉപയോഗിച്ചല്ലോ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഉപയോഗിക്കുമാറാക്കണമേ. കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും നീ സന്ദർശിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന്റെ മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വിശേഷിയാൽ വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ സി തോമസ്, അതുപോലെ പാസ്റ്റർ കെ വി അബ്രഹാം, ഇവർക്കും അവരോടുള്ളതായിരിക്കുന്ന നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അവർക്കെല്ലാം വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസനെ കുറിച്ച് പറയുവാനായിട്ട് ഹല്ലേലൂയ. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അനേക സഭകളുടേതായിരിക്കുന്ന ചുമതലകൾ, പ്രസ്ബിറ്ററുടേത് അങ്ങനെയുള്ളതായിരിക്കുന്നത്. അതുപോലെ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ട് അവിടെ ഒരു നല്ല ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ളതായിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയും കർത്താവിൻ്റെ ദാസൻ വഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദീർഘവർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് ഹല്ലേലൂയ നിങ്ങൾ യൂട്യൂബിലൊക്കെയും പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ്റേതായിരിക്കുന്ന മെസ്സേജുകളൊക്കെയും ഉണ്ട്. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും കർത്താവിന് വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഇന്ന് ഒരു ദിവസമാണ് എന്നെനിക്കറിയാം. പലർക്കും ഇന്ന് ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും പേർക്ക് വന്ന ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് കയറിയിരുന്നാലേ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. കാരണം ദൈവദാസനെ ഇങ്ങനെ ഇടയ്ക്ക് ചേർന്ന് വിടാതെ കുറച്ചുകൂടെ എല്ലാവരും ഒരു ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും നന്നായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ അവരുടെ വചനം കേൾക്കുന്നതിന് മുൻപായിട്ട് പാട്ടുപാടി സ്തോത്രം എഴുതിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി കർത്താവിദാസൻ പുനൂസ് നിങ്ങൾക്ക് കടന്നു വന്ന് പാട്ട് പാടുന്നത്.
പളങ്കിക്കടൽ തീരത്തിരുന്ന് ഞാൻ എൻ്റെ കളങ്കമറ്റ യേശുവെ കാണും, വിളങ്ങും വിശ്വാസം എന്ന പാട്ട് നമ്മുടെ പ്രത്യാശയതാണല്ലോ. ഹല്ലേലൂയ. മഹിമയേഴും പരമേശ മഹിമേശു മഹേശ മഹിമയേഴും പരമേശ മഹിമേശു മഹേശ നിസ്തുല സ്നേഹ സാഗരമേഹ നിസ്തുല സ്നേഹ സാഗരമേഹ പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തുനിദാനിൻ വിശ്രാമം പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തുനിദാനിൻ വിശ്രാമം മഹിമയേഴോ പരമേശ മഹിമേശു മഹേശ കാർമുകിൽ ഭീകര വരും നേരം കാർമുകിൽ ഭീകര വരും നേരം കാൺമതോ നിയമത്തിന്നില്ല തീരുമെൻ ഭാരം കാൺമതോ നിയമത്തിന്നില്ല തീരുമെൻ ഭാരം മഹിമയേഴോ പരമേശ മഹിമേശു മഹേശ സംഗതിയിൽ കീടുവാൻ സ്നേഹ സംഗതിയിൽ കീടുവാൻ സ്നേഹ ചങ്ങലയാൽ തിരുമാറോ ചതുമൂലം ചങ്ങലയാൽ തിരുമാറോ ചതുമൂലം മഹിമയേഴോ പരമേശ മഹിമയേശു മഹേശ താവക സന്നിധി ചേർന്നധികാരേ താവക സന്നിധി ചേർന്നധികാരേ ജീവന് നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ ജീവന് നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ മഹിമയേഴോ പരമേശ മഹിമേശു മഹേശ നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും നിൻ മധുരാമൃതവചനം ഇന്നതയാകവേ പൂക്കും നിൻ മധുരാമൃതവചനം ഇന്നതയാകവേ പൂക്കും മഹിമയേഴോ പരമേശ മഹിമയേശു മഹേശ ക്രൂശിലെ രക്തമൽ ജീവനാധാരം ക്രൂശിലെ രക്തമൽ ജീവനാധാരം
യേശുവേ മഹിമയേടും പരമേശ പാഹിമാം യേശു മഹേശ പളുങ്കുകടൽ തീരത്തിരുന്നു ഞാനെന്നെ പളുങ്കുകടൽ തീരത്തിരുന്നു ഞാനെന്നെ കളങ്കമേശുവേ കാണും വിളങ്ങും വിശ്വാസത്താലോടും കളങ്കമേശുവേ കാണും വിളങ്ങും വിശ്വാസത്താലോടും മഹിമയേടും പരമേശ പാഹിമാം യേശു മഹേശ മഹിമയേടും പരമേശ പാഹിമാം യേശു മഹേശ. Praise the Lord. ഈ സമയത്ത് ബ്രദർ ജെയിംസ് എബ്രഹാം മുന്നോട്ട് വരുന്നു. ഓഫറിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നടക്കുന്നതായിരിക്കുന്ന അവരുടെ വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ശിരസുകളെ നമിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാഥ, ഈ സന്ധ്യാസമയത്ത് നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനും ഉന്നതനെ ആത്മാവിൽ നിന്നെ ആരാധിക്കുവാനും നീ ഒരുക്കി തന്ന അവസരത്തിനായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നാഥ, ദൈവസ്നേഹം എത്ര വലുതെന്ന് രുചിച്ചറിയുവാൻ ഈ നാളുകളിൽ നീ അടിയങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്നു രാജാവേ. നാഥ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ ന്യൂയോർക്കിന് ഒരു മടങ്ങി വരവ് നീ നൽകണം കർത്താവേ. ദൈവമേ, ഈ രാജ്യത്തിന് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, നാഥ, മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അനേകരെ നീ ഉണർത്തണം രാജാവേ. സ്തോത്രം. അതിനായി ദൈവകരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തുന്ന സ്തോത്രമാമേൻ. വചനം ശുശ്രൂഷിക്കുന്ന കർത്താസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നിൽ നിന്ന് പ്രാപിക്കുവാനായി, ഉന്നതനെ നിന്നിൽ നിന്ന് കേൾക്കുവാനായി, ആ സ്പർശനമേൽക്കുവാനായി അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നാഥ, കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുവാൻ പോകുന്ന വിധങ്ങൾക്കായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നാഥ, കടന്നു വന്നവരാരും വൃഥാവായി മടങ്ങി പോകുവാൻ ഇടയാക്കരുത് നാഥനെ. സ്തോത്രമാമേൻ. ദൈവമേ, നിന്റെ വചനത്തിൽ രോഗസൗഖ്യമുണ്ട്, നിന്റെ വചനത്തിൽ ആശ്വാസമുണ്ടെന്ന് അടിയങ്ങൾ അറിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് നീ അവരെ സൗഖ്യപ്പെടുത്തുവാൻ പോകുന്ന വിധങ്ങൾക്കായി സ്തോത്രമാമേ. ദൈവമേ, രോഗസൗഖ്യം അടിയങ്ങളുടെ അവകാശമാണ്. അടിയങ്ങളത് ഏറ്റെടുക്കുന്ന സ്തോത്രമാമേ. ദൈവമേ, വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഉന്നതനെ നീ അടിയങ്ങളെ സഹായിക്കണം. കർത്തദാസൻ ദൈവമേ, നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവമേ, ആത്മമഹരിയാൽ നീ നിറയ്ക്കണം സ്തോത്രമാമേ. ദൈവമേ, സ്വന്തം നാവാലല്ല അഗ്നിനാവാൽ സംസാരിപ്പാനുള്ള കൃപ നീ നൽകണം. അതിനായി ബലഹീനരെ താഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. നിന്റെ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ അടിയങ്ങളിൽ കർത്താവേ സ്തോത്രം വളരുവാൻ സഹായിക്കണം. ദൈവമേ, വചനം കേട്ട് മറുതലിച്ച് നിൽക്കുന്നവരായിട്ടല്ല നാഥ, വചനത്തെ ഏറ്റെടുക്കുന്നവരായി നാളുകളിൽ നീ അടിയങ്ങളെ തീർക്കണം രാജാവേ സ്തോത്രം. അതിനായി ദൈവകരങ്ങളുടെ അടിയങ്ങളെ താഴ്ത്തുന്ന പൊന്നുതിരുമേനി സ്തോത്രം. ദൈവമേ, അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിലേക്ക് കൈനീട്ടി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണം സ്തോത്രമാമേ. ദൈവമേ, നീ ആർക്കും കടക്കാരനല്ലെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവേ സ്തോത്രമാമേ. ദൈവമേ, അവർക്ക് 100 മേനി ഫലം കൊടുക്കുന്ന ആ കൃപയ്ക്കായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, ആരെങ്കിലും അതിലേക്ക് കൈനീട്ടാത്ത വണ്ണം കർത്താവേ വിഷമത്തിലായിരിക്കുന്നുവെങ്കിൽ നാഥ, അവരെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അല്പസമയം അടിയങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഉന്നതനെ നീ ഇന്ന് അടിയങ്ങളോട് സംസാരിക്കണം നാഥ. ഒരു മുൻവിധിയോടിരിക്കുന്ന കർത്താവേ വചനം കേൾക്കുന്നവരായിട്ടല്ല സ്തോത്രം, നിന്നിൽ നിന്ന് പ്രാപിക്കുന്നവരാക്കി നീ അടിയങ്ങളെ മാറ്റണം രാജാവേ സ്തോത്രം. അതിനായി ദൈവകരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തുന്നു പൊന്നുതിരുമേനി സ്തോത്രമാമേ. ദൈവമേ, അടിയങ്ങൾ കൂടി വരുന്നിടത്തൊക്കെയും പൊന്നുനാമം ഉയരണം സ്തോത്രം. മനുഷ്യനാമത്തെ ഉയർത്തുവാനല്ല, എന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനായി അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്ന സ്തോത്രമാമേ. ദൈവമേ, അല്പസമയം അടിയങ്ങൾ നിന്റെ സന്നിധി
സന്നിധിയിലായിരിക്കുന്നത്. തിരുനാമ മഹത്വത്തിനും അതുപോലെ അടിയങ്ങളുടെ ആത്മീക നവീകരണത്തിനും ഉതകണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പൊന്നു പിതാവേ. എല്ലാവർക്കും ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും ഒന്ന് മടങ്ങി വരണം. ദൈവസന്നിധിയിലെ ഈ പട്ടണത്തിലെ ഒരു വലിയ ഉണർവിനും ഒരു അനുതാപത്തിനും എല്ലാം കാരണമായി തീരണം. കാരണം വലിയ സംഭവങ്ങൾ നാം അറിയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തതായ പലവിധമായ സംഭവങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവജനങ്ങളാണ് ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനങ്ങളാണ്. വലിയദാസൻ പാസ്റ്റർ KV എബ്രഹാം കഴിഞ്ഞ മാസയോഗങ്ങളിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അദ്ദേഹം ഈ റീജന്റെ IPCയുടെ റീജന്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ECTYയുടെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ അദ്ദേഹവും എല്ലാവരും വളരെ ആഗ്രഹിച്ച ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിശ്വാസികൾക്ക് മിഡിൽ ഈസ്റ്റിലും മറ്റും ഉണ്ടായിരിക്കുന്ന ആ പീഡനത്തിന്റെ മധ്യത്തിൽ അവരുടേതായിരിക്കുന്ന ആ ദുഃഖത്തിന്റെ വേളകളിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അനേകം പഠനത്തിൽ കൂടി വന്നത് ഒരു വലിയ വിജയമായി അനുഗ്രഹമായി തുടർന്നു. കഴിഞ്ഞ ആഴ്ച കാലം പാസ്റ്റർ ബാബു തോമസിന്റെ ആ ചർച്ചിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവിന്റെ ദാസനോട് അതിന്റെ ചെലവ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഒരു ചെലവ് ചെയ്ത് ഈ പട്ടണത്തിൽ അദ്ദേഹം ഇത് നടത്തി, എന്നാൽ വിശ്വാസത്താലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് ഇന്ന് വിതയ്ക്കുന്ന വിത്ത് തീർച്ചയായിട്ടും അതിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനായി തിങ്കളും ചൊവ്വായും ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ കണ്ടിന്യൂസ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഒരു ഉദ്ദേശവുമില്ല. എല്ലാവരും വന്നു ചേരുക, പാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. പ്രൈസ് ലോർഡ്. ഈ രാജ്യം ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ ഒരു രാജ്യമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഹല്ലേലൂയ ഒരു പക്ഷേ നമുക്ക് വിരോധമായി വരുന്നതായിരിക്കുന്ന നാളുകളിൽ തീരാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പേൻ എന്നുള്ള കർത്താവിന്റെ വചനപ്രകാരം ഈ ദൈവദാസന്മാർ എത്ര കാലം ഇനി നമ്മോട് ദൈവത്തിന്റെ വചനം അറിയിപ്പാനായിട്ട് കടന്നു വരുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഹല്ലേലൂയ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തുള്ളവരായിരിക്കണം? നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ചോദിക്കും ഇവിടെ ചർച്ചകളിലെല്ലാം നടക്കുന്നുണ്ടല്ലോ, എന്നാൽ തന്നെയും തിങ്കളും ചൊവ്വാഴ്ചയും ഹല്ലേലൂയ പ്രത്യേകമായിട്ട് ഇവിടെ വന്ന് കൂടുമ്പോൾ ദൈവവചനം ഈ ദൈവദാസന്മാരിൽ കൂടെ ഈ പട്ടണത്തിലേക്ക് അയച്ചിരിക്കുന്ന ദൈവദാസന്മാരിൽ കൂടെ കേൾക്കാൻ ഒരു അവസരവുമാണ്. അത് തന്നെയുമല്ല, കർത്താവിൻ്റെ വലിയ ദാസൻ സോളിഡ് ഇൻ ആക്ഷൻ സ്റ്റുഡിയോ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ www.solidinaction.studio.com അടിച്ചാൽ ഈ ചർച്ചുകളുടെ എല്ലാം പ്രോഗ്രാംസ് അതുപോലെ ഈ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കിട്ടും. അത് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ നടത്തിയതായിരിക്കുന്ന ആ പ്രോഗ്രാം ഇപ്പോൾ ഏതാണ്ട് 3000 പേര് കണ്ടു. ഇവിടെ ഇപ്പോൾ നമ്മൾ ചുരുക്കമായിട്ട് ആളുകളാണെങ്കിലും ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അനേകർക്ക് കാണുവാനും വിശ്വസിപ്പാനും ഹല്ലേലൂയ നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കർത്താവേ ഈ മിനിസ്ട്രിയിൽ കൂടെ അല്ലെങ്കിൽ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നിത്യതയിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ, അവരുടെ പേര് വരുവാൻ കാരണമായി തീരണമെന്ന് നാം പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം നമുക്കുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ചോദിച്ചു ലോകത്തിലെ എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു 400, 300 ഒക്കെ പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ ഫൈനലിൽ എത്തിച്ചേർന്നു 195 രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. 196 ഉണ്ട് എങ്കിലും ഒഫീഷ്യലായിട്ട് 195 രാജ്യങ്ങളുണ്ട്. ഈ 195 രാജ്യങ്ങളിലേക്കും ഈ സുവിശേഷം എത്തണം എന്നുള്ളത് അത് എത്തിയതിന് ശേഷമേ കർത്താവിന് വരാനൊക്കത്തുള്ളൂ. ആയതുകൊണ്ട് കർത്താവെ വേഗം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെയും ഈ രാജ്യങ്ങളെല്ലാം ഓർത്ത്, എല്ലാ രാജ്യങ്ങളുടെയും പേര് നമുക്കറിയത്തില്ലെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ കർത്താവെ ഈ രാജ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്നു, ചോദിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ജാതികളെയും രാജ്യങ്ങളെയും വംശങ്ങളെയും എന്ത് ചെയ്യാം? കൈവശമായി തരാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നാം ചോദിച്ചാൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടാൽ അതിൻ്റെതായിരിക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവനും ഇവളും ഇവിടെ ജനിച്ചു അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും അവിടെ ചെല്ലും. അവിടെയുണ്ട് ആത്മാക്കളെ കണ്ട് നമുക്ക് തൃപ്തിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ സമയം എടുക്കുന്നില്ല. കർത്താവിന്റെ വിലയേറിയ ദാസനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. കൂടുതലായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെ സംസാരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വിലയേറിയ ദാസൻ പാസ്റ്റർ KC തോമസ്.
Amen. Hallelujah. Hallelujah. Amen. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. യോർക്ക് ബ്രോൺ ഗോസ്പൽ അസംബ്ലിയുടെ സീനിയർ പാസ്റ്റർ APC ഈസ്റ്റേൺ റീജിയൻ്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവരദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവர்கள், APC ഈസ്റ്റേൺ റീജിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസൻ പാസ്റ്റർ KV എബ്രഹാം അവர்கள், ഞങ്ങളുടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാരായ പാസ്റ്റർ ജേക്കബ് ചെറിയ, പാസ്റ്റർ ബാബു തോമസ്, പാസ്റ്റർ അലക്സാണ്ടർ, പാസ്റ്റർ ബി വർഗീസ്, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനീയനായ പാസ്റ്റർ മാത്യൂസ് കുര്യൻ അവർ, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ പ്രാവശ്യത്തെ കോൺഫറൻസുകളിൽ പങ്കെടുക്കുവാനും ദൈവവചനം പ്രസംഗിക്കുവാനും അവസരം ദൈവൊരിക്കലുണ്ടായി. അതിനുശേഷമായിട്ട് ന്യൂയോർക്കിലേക്ക് മുടങ്ങി വന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ ബ്രദർ ജെയിംസ് എബ്രഹാമിൻ്റെ വീട്ടിൽ ഡിയർ പാർക്ക് ലോങ് ഐലൻഡ് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വെച്ചാൽ 27-ാം തീയതി നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ 2 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ ഇവിടെയുള്ള സഭയും ഇവിടെയുള്ള ദൈവദാസന്മാരും താല്പര്യം കാണിച്ചതിൽ അവരോട് പ്രത്യേകം എനിക്കുള്ള നന്ദി അറിയിക്കുക. കർത്തൃദാസ് ഓർമ്മിച്ച പോലെ ഇവിടെ വന്നിരിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും ദൈവത്തിൻ്റെ വചനം മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം ആയിരക്കണക്കിന് ആളുകൾക്ക് കേൾക്കത്തക്ക സംവിധാനം ഇവിടെയുള്ള സഭ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതിൽ ഞാൻ വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് യാദൃശ്യമായി യൂട്യൂബ് ശ്രദ്ധിച്ചപ്പോൾ ആ പ്രസംഗം അതിൽ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് ഇവിടെ പ്രസംഗിച്ച ആ പ്രസംഗം ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ യൂട്യൂബിലിട്ടത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് അത് കേൾക്കുവാൻ ഇടയായല്ലോ എന്ന് ഞാൻ ഓർക്കുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വചനം, തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു വചനമാണ്. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ നിന്നും മുഴങ്ങിച്ചു. നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചു. മക്കതോനിയയിൽ, അഖായി മാത്രമല്ല എല്ലായിടവും മുഴങ്ങിച്ചു. തെസ്സലോനിക്ക സഭയിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം അവിടെ ഒതുങ്ങി നിന്നില്ല. ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചുകൊണ്ട് അത് അനേക സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം മുഴങ്ങിച്ചെന്നതിനാൽ അവിടെയുള്ള ദൈവമക്കളുടെ വിശ്വാസം എല്ലാവർക്കും പ്രസിദ്ധമായി തീരുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഒരു ചെറിയ സഭയാണെങ്കിലും ഇവിടെ നിന്ന് മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ മുഴങ്ങിച്ചെന്ന് അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവവചനത്തെ നാം ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ ദൈവം അരുളി ചെയ്തു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ഒരു ഉദാഹരണത്തോട് ചേർത്താണ് ദൈവം ആ കാര്യം പ്രവാചകനെ കൂടെ വിളിച്ചു പറഞ്ഞത്.
ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ, ആകാശത്തുനിന്ന് പെയ്യുന്ന ഹിമം വെറുതെ തിരിച്ചു പോകുന്നില്ല. ഭക്ഷിക്കുവാൻ ആഹാരം ഉളവാക്കത്തക്കവണ്ണം, വിതയ്ക്കുവാൻ വിത്ത് ഉളവാക്കത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി തീർത്തിട്ട് ആ മഴയും ആ ഹിമവും തിരിച്ചു പോകുന്നു. Praise the Lord. അതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ മടങ്ങി വരത്തില്ല. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ചില കാര്യങ്ങൾ ചെയ്തിട്ട് മടങ്ങി വരത്തുള്ളൂ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അയക്കുന്ന കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി വരത്തുള്ളൂ. എൻ്റെ ഇഷ്ടം നിറവേറ്റിയിട്ട് അത് മടങ്ങി വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇന്ന് രാത്രിയിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ വചനം ചില ക്രിയകൾ ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ പോകുകയാണ്. ദൈവം വചനം അയക്കുന്നതിന്റെ ഉദ്ദേശം അത് സാധിപ്പിക്കുവാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് ഇവിടെ ചില പ്രവർത്തികൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി എന്നെ രക്ഷിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി എന്നെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ചിലരുടെ ഹൃദയത്തിന് മുറിവുകളെ കിട്ടുന്ന വചനമായി മാറുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ബന്ധനങ്ങളെ അഴിക്കുന്ന വചനമായി മാറുവാൻ പോകുകയാണ്. രാത്രി നാം വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം ശക്തിയേറിയ വചനമാണ്, ജീവനുള്ള വചനമാണ്. അതിന്റെ പ്രവൃത്തി വളരെ വലുതാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം ഇവിടെ മുഴങ്ങുന്നത് നാം ചിന്തിക്കുന്ന പോലെയല്ല. അത് വ്യാപരിക്കുക. ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കുക. എത്രയോ ടെലിവിഷൻ നിലയങ്ങളിൽ നിന്ന്, റേഡിയോ നിലയങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന വചനങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുക. പ്രത്യേകമായ ഉപകരണങ്ങൾ അതിനെ ക്രമീകരിച്ച് കഴിയുമ്പോൾ നമുക്കത് പിടിച്ചെടുത്ത് കേൾക്കാൻ കഴിയുന്നു, കാണുവാൻ കഴിയുന്നു. ഇന്ന് ശാസ്ത്രം കണക്കുകൂട്ടുന്നത് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ വചനങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന് വായിൽ പുറപ്പെട്ട വചനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇന്നും കിടപ്പുണ്ടെന്നും ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസങ്ങളില് ഇവിടെ മുഴങ്ങുന്ന വചനം അത് വലിയ ക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുക. ചില ആളുകൾ ചിന്തിക്കും, ഇങ്ങനെ ജോലിയിൽ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ വിളിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് മീറ്റിംഗ് നടത്തേണ്ട കാര്യമുണ്ടോ? കുറച്ച് പേര് കൂടിയിരുന്ന് ഇവിടെ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്ത് സാധിക്കാനാ എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഈ വചനം വിശ്വസിക്ക്. മക്കതോനിയത് തെസ്സലോനിക്കയിൽ നിന്ന് മുഴങ്ങിയ വചനം അവിടെ ഒതുങ്ങി നിന്നില്ല. അത് ആഖായിലും അത് മക്കതോനിയയിലും അത് എല്ലായിടവും അത് വ്യാപരിക്കുവാൻ ഇടയായെന്ന് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ മുഴങ്ങുന്ന ദൈവത്തിന്റെ വചനം അത് വ്യാപരിക്കോ, അത് അമേരിക്ക വഴി വ്യാപരിക്കോ, അത് ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ അത് വ്യാപരിക്കാൻ പോകുക. നിലനിൽക്കുന്ന ഫലങ്ങൾ നാം കാണുവാൻ പോകുക. അതുകൊണ്ട് അത് ദൈവത്തിലേക്ക് നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരെ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുകയെ. നമ്മൾ ചെയ്യുന്ന ഒന്നും വ്യർത്ഥമല്ല. ദൈവനാമത്തിൽ ചെയ്യുന്ന ഒന്നും വ്യർത്ഥമല്ല. ദൈവനാമത്തിൽ നാം അധ്വാനിക്കൊന്നും വ്യർത്ഥമല്ല. ലോകത്തിന്റെ കണ്ണിന് മുമ്പിൽ അത് മോക്ഷത്തമായി പക്ഷെ തോന്നിയാലും അതൊന്നും വ്യർത്ഥമല്ല. അതിന്റെ എല്ലാം നിലനിൽക്കുന്ന ഫലങ്ങൾ നാം കാണുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? നാം അത് കാണുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാള് നാട്ടിലൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. പാസ്റ്റർ കേസ് തോമസ് പ്രസംഗിച്ച് കേട്ടാൽ ആ പ്രസംഗം കേട്ട രക്ഷിക്കപ്പെട്ടു. എനിക്ക് ആളിനെ അറിയത്തില്ല. പലരോട് പറഞ്ഞു, എൻ്റെ ആള് പ്രസംഗിക്കുന്നെല്ലാം പറയുന്നു, പാസ്റ്റർക്ക് പരിചയമുണ്ടോ? എനിക്ക്
അറിയില്ല, നമ്മളറിയുന്നില്ല. എവിടെല്ലാം ദൈവം വിളിച്ചു, എവിടെല്ലാം ദൈവത്തിന് നടക്കുന്നത്. പല സ്ഥലങ്ങളും ചെല്ലുമ്പോൾ പാസ്റ്റർമാർ പരിചയപ്പെടുത്തുമ്പോൾ ഈ കർത്തൃദാസൻ അറിയത്തില്ലെങ്കിലും അത് എന്നടുത്ത് വന്ന് കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ആളാണ് ഞാൻ. അനേകർ ഈ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 പേര് പറഞ്ഞു. ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മുടെ പ്രയത്നങ്ങളൊന്നും കർത്താവ് ഭർത്താവല്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പം കൊണ്ട് അധികം കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരമൊന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയുടെ പേരും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിലക്കിനർക്ക് തുടർന്ന് സഹായിക്കും. ഇത് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തി തന്നെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ദൈവദാസനായ പൗലോസ് തന്നെക്കുറിച്ച് തന്റെ കൂട്ടപ്രവർത്തകരെ കുറിച്ചും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിഞ്ഞത്. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്നുള്ളത് ശരിയായിട്ട് ഒരു തത്വമേയല്ല. ശരീരം വിട്ടു കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അതിൽ അഭിമാനിക്കേണ്ട കാര്യമല്ല. അവിടെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രസാദിപ്പിക്കുന്നവർ അവിടെ ചെന്ന് ചേരുക. അതുകൊണ്ട് ആ വാക്യത്തിന് ശരിയായ ആശയം, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിടേണ്ട സാഹചര്യം ഉണ്ടായാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനമുള്ളവരാണ്. സാന്നിധ്യം വളരെ സന്തോഷം. അപ്പൊ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ശരീരം വിടേണ്ടി വന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുക. ആരുടെ പ്രസ്താവനയാണെന്ന് നമുക്കറിയാം. ദൈവദാസനായ പൗലോസിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അഭിമാനിക്കാൻ 100 കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. നമുക്കറിയാം, തന്റെ കുടുംബ ശ്രേഷ്ഠതയിൽ തനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു. തന്റെ കുലശ്രേഷ്ഠതയിൽ തനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു. താൻ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ എബ്രായനാണ്. തനിക്ക് അഭിമാനിക്കാൻ, തന്റെ കുടുംബത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ താൻ വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു. ആളുകൾ പോലും അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു, വിദ്യാബഹുത്വത്താൽ അവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നവനാണ്. അതുപോലെ വിദ്യാബഹുത്വം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആ വിദ്യാഭ്യാസം നേടുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളിൽ ഒരാളായിരുന്നു പൗലോസ്. ധനശേഷിയെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ ഏറ്റവും വലിയ ഒരു കോടീശ്വരന്റെ കുടുംബത്തിൽ കോടീശ്വരന്റെ മകനായി ജനിച്ചവനാണെന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് തീർന്നില്ല, തനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. യഹൂദ സമുദായത്തിൽ തനിക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. തനിക്ക് വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരുമായി തനിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അവിടെ അധികാരപത്രം തനിക്കുണ്ടായിരുന്നു. തനിക്ക് അഭിമാനിക്കാൻ കഴിയും, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, അധികാരപത്രമുണ്ട്.